റമദാൻ മാസപ്പിറവി കാത്ത് ഇസ്ലാം മത വിശ്വാസികൾ. മാസപ്പിറവി ദർശിക്കുന്നവർ വിവരം അറിയിക്കണമെന്ന് ഖാസിമാർ നിർദ്ദേശിച്ചു. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്താണ് ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസികൾ ഒന്നാകെ ഈ മാസപ്പിറവി ദർശിക്കുവാനായി കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടിയിലാണ്. കടലുണ്ടി മസ്ജിദിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊപ്പം ഖലീൽ ബുഖാരി തങ്ങളുണ്ട്. എങ്ങനെയാണ്, കാരണം നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ് ഇത്തവണ എപ്പോഴായിരിക്കും നോയമ്പ് ആരംഭിക്കുക എന്നത് സംബന്ധിച്ച്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് എന്ത് നമുക്ക് പറയാൻ പറ്റും? മിക്കവാറും കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പല കാരണങ്ങളാൽ കഴിഞ്ഞ റജബ്, ജമാദുൽ ആഖിർ മാസങ്ങൾ 30 തികഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30 തികഞ്ഞാൽ പിന്നെ അടുത്ത മാസം 29 ആകലാണ് സാധാരണ പതിവ്. മറ്റൊന്ന്, പല രാജ്യങ്ങളിലും ഇന്നലെ മാസം കണ്ടിട്ടുണ്ട്. അതിലേറെ 1 മണിക്കൂറിലേറെ ഇന്ന് ചന്ദ്രാസ്തമയത്തിന് സമയം ബാക്കിയുണ്ട്. പക്ഷേ മാസം കണ്ടതായി ഉറപ്പ് കിട്ടിയെങ്കിലേ ഞങ്ങളത് ഔദ്യോഗിക വിവരം കിട്ടിയെങ്കിലേ ഞങ്ങൾ കാണണം, അല്ലെങ്കിൽ കണ്ടതായി ഔദ്യോഗിക വിവരം കിട്ടണം, എങ്കിലേ മാസം ഉറപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞ റജബ് മാസം ഞങ്ങളിവിടെ കോർണീഷിൽ തന്നെ മാസം കണ്ടിരുന്നു. കാണുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. 1 മണിക്കൂർ വരെ എല്ലാ പ്രദേശങ്ങളിലും സത്യവിശ്വാസികൾ അത് പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ്. ഞങ്ങൾ പരപ്പനങ്ങാടി, ചെട്ടിപ്പടി, അതുപോലെ പൊന്നാനി, കാപ്പാട് പല പ്രദേശങ്ങളിലും ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ വിവരം നൽകും ഞങ്ങൾക്ക്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറെ കൂടി വിപുലമായ സൗകര്യങ്ങളാണ് എല്ലായിടത്തും, പ്രത്യേകിച്ച് കോർണിഷ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പം ഈ മാസപ്പിറവി ദർശിച്ച ഒരാൾ ആരുമായി ബന്ധപ്പെടണം? ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്കിൽ പോലും ഇത് ഇപ്പോൾ കാണുന്ന ഒരാളോട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പറയാനുള്ളത്? കണ്ട ആള് റംസാൻ മാസമാണെങ്കിൽ ഒരാൾ മതി, പെരുന്നാളാണെങ്കിൽ 2 ആളായിരിക്കണം. റമദാനൊരു സത്യസന്ധനായ ഒരു സാക്ഷി മതി. അദ്ദേഹം നാട്ടിലെ ഖാദിയെ പെട്ടെന്ന് ഇൻഫോം ചെയ്ത് ഖാദി അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയൊക്കെ ഉറപ്പുവരുത്തി ഖാദി ഉറപ്പിച്ചാൽ പിന്നെ ഞങ്ങളിലേക്ക് വിവരറിയിക്കും. ഞങ്ങളത് ഖാദിമാരെല്ലാവരും കൂടി ആലോചിച്ച് വ്യക്തമായൊരു തീരുമാനം ഞങ്ങൾ എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. ഒരു കാര്യം കൂടി, ഇപ്പം പുതിയൊരു റംസാൻ മാസം കൂടി ആരംഭിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ? പരിശുദ്ധമായ റമദാൻ പിറവിയോടുകൂടെ ഏത് ലോകത്തുള്ള സത്യവിശ്വാസിയും അവരുടെ മനസ്സ് ശുദ്ധീകരിക്കലാണ്. എല്ലാ വിദ്വേഷവും വൈരാഗ്യവും കഴുകിക്കളഞ്ഞ് അവൻ എല്ലാവരും സ്നേഹവും കാരുണ്യത്തിൻ്റെ മനസ്സും സൃഷ്ടിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുക. ഇനി എൻ്റെ ജീവിതത്തിൽ ചതിയോ വഞ്ചനയോ ഉണ്ടാവില്ല. ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ആക്രമിക്കില്ല. ഞാൻ എൻ്റെ കുടുംബ സ്നേഹം, എൻ്റെ നാടിനോടുള്ള സ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹം, എല്ലാ സ്നേഹം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് റംസാൻ്റെ പ്രധാന കാതൽ. ഈ 30 ദിവസം നോമ്പ് നോൽക്കൽ വളരെ നിർബന്ധമാണ്. ശവ്വാൽ മാസപ്പിറവ് കാണുന്നവരെ കണ്ടില്ലെങ്കിൽ 30 ദിവസവും നോമ്പ് അനുഷ്ഠിക്കണം. പ്രത്യേകമായിട്ട് ഇശാ നിസ്കാരത്തിന് ശേഷം 20 റക്അത്ത് തറാവീഹ്, ഖുർആൻ്റെ വാർഷിക ആഘോഷിക്കുന്ന മാസമാണ്. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. എന്തായാലും ഇപ്പോൾ നമ്മളെല്ലാവരും ഏവരും കാത്തിരിക്കുകയാണ് മാസപ്പിറവി ദർശിക്കുവാനായി. വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും 1 മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണു, ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.